നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കരിയർ റീഡിംഗ് ആണ്. കരിയർ റീഡിംഗ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു കമന്റ്സിൽ. അപ്പോൾ ഇന്ന് കരിയർ റീഡിംഗ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയാം. ഓക്കെ, അപ്പോൾ കരിയറും സാമ്പത്തികമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ദ ചാരിയറ്റ് ആണ്. 6 ഓഫ് വാൻസ് ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. ദ ഫൂൾ കാർഡ് ആണ്. പേജ് ഓഫ് സോർഡ്സ്, 8 ഓഫ് സോർഡ്സ്, the lovers card, ace of cups, 9 of cups. ഇവിടെ ഈ റീഡിങ്ങിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അതായത് നിങ്ങളിപ്പോൾ നല്ലൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, അതല്ല നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം, അതല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം. അപ്പോൾ എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ആഗ്രഹം, അതായത് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ആവും എന്നുള്ളതാണ്. അതായത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും തോട്ട്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ള, നിങ്ങൾ ഇതുവരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ എഫേർട്ട് മുഴുവൻ കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യം സക്സസ് ആവാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതൊരു മൂവ്മെൻറ്റിൻ്റെ കാർഡാണ്. അതുപോലെ ഇതൊരു ആക്ഷൻ്റെ കാർഡാണ്. നിങ്ങൾ ഇതുവരെ ഒരു മൂവ്മെൻറ്റോ ഒരു ആക്ഷനോ എടുക്കാത്ത ആളുകളുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി, നിങ്ങൾ എന്ത് കാര്യമാണോ, അതായത് നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളൊരു ആക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാവുള്ളൂ എന്നുള്ള കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ കരിയറായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു നല്ലൊരു ജോലി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനോ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യാനോ, നിങ്ങൾ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടി ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളൊരു ലക്ഷ്യം ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുക. ആ ആക്ഷൻ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ്. അല്ലാതെ യൂണിവേഴ്സായിട്ട് കൊണ്ടുതരും എല്ലാം നിങ്ങളുടെ മുൻപിൽ. നിങ്ങളിപ്പോൾ എന്ത് കാര്യമാണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം ഒരു വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്ന പോലെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്ന് യൂണിവേഴ്സ് വെക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഒരാക്ഷനും എടുക്കാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള ചാൻസസ് ഇല്ല കേട്ടോ. നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, എന്ത് കാര്യമാണോ നിങ്ങളുടെ മനസ്സിൽ അത്രയും ആഗ്രഹമായിട്ട് നിങ്ങളെ അസ്വസ്ഥമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ളത്, ആ ഒരു ആഗ്രഹമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതുപോലെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ധാരാളം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇതുവരെ നിങ്ങൾ അതിനു വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ധാരാളം ഉണ്ട്. ഈ ഒരു ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളെ യൂണിവേഴ്സ് അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ യൂണിവേഴ്സ് കൂടെ നിൽക്കുന്നതിൻ്റെ ഒരു റിസൾട്ടാണിത്.
അതായത് ഒരു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുക എന്ന് പറയുമ്പോൾ അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു ബ്ലെസ്സിങ്സ് ആണ്. ഓക്കെ, അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കണം, അല്ലെങ്കിൽ ആക്ഷൻ എടുക്കണം. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ഇടണം. ഒരു എനർജി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, ആ ഫോക്കസ് ചെയ്ത കാര്യത്തിലോട്ട് നിങ്ങളുടെ എനർജി കൊടുക്കണം. അത് കൊടുത്താണ് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ആ ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങൾ അതിലോട്ട് എനർജി കൊടുക്കുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. നിങ്ങൾക്കിവിടെ ഇത് കണ്ടോ, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇവിടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതായത് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു കരിയറിലോട്ട് മാറാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കരിയർ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ഉണ്ട്, അതൊന്ന് സ്റ്റേബിൾ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് എനർജി കാണിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലോട്ട്, നിങ്ങൾക്ക് കരിയർ ഗ്രോത്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കരിയർ ഗ്രോത്തിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പറ്റും. ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ 6 ഓഫ് വാൺസ് എനർജി കാണിക്കുന്നുണ്ട്. ദ ഫുൾ കാർഡ് കാണിക്കുന്നുണ്ട്. ഫുൾ കാർഡ് കാണിക്കുന്നത് നിങ്ങൾ എനർജറ്റിക് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് മുൻപിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്തത് കണ്ടോ. ഈ ആളിവിടെ നടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ഡോഗ് ആ ഒരു ആളെ പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെ പിടിച്ചു നിർത്തുന്നത്, അതായത് നിങ്ങളെ തടയുന്ന കാര്യങ്ങളൊന്നും, നിങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊന്നും മെയിൻ ചെയ്യാതെ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ എല്ലാം നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ സ്റ്റെക്കായി നിൽക്കാതെ ഉത്സാഹത്തോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് മാത്രം, ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്ന പോലെ നിങ്ങൾ ലക്ഷ്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ 6 ഓഫ് വാൺസ് എനർജി കാണിക്കുന്നത് നിങ്ങൾ വല്ല അപ്പോയിൻമെൻറ്റ് ലെറ്ററോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടി എന്നുള്ള രീതിയിലുള്ള ലെറ്റേഴ്സ് വരിക, അല്ലെങ്കിൽ ഇമെയിൽ വരിക, അല്ലെങ്കിൽ ഒരു കോൾ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കരിയർ ആണെങ്കിൽ, കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടുന്ന വാർത്ത നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു എക്സാം എഴുതിയിട്ടിരിക്കുകയാണെങ്കിൽ അതിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പാസ്സായി നിങ്ങൾക്ക് ആ ഒരു ജോലി നിങ്ങളുടെ കയ്യിലോട്ട് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നല്ലൊരു മെസ്സേജ്, ഒരു ഗുഡ് മെസ്സേജ് നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മാനസികമായിട്ടൊരു സ്റ്റെക്ക് സിറ്റുവേഷൻ ഉണ്ട്. അതായത് നിങ്ങൾ അത് നടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസ്, അതല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ. അതായത് നമ്മളുടെ മനസ്സ് നമ്മളെ ആക്ഷൻ എടുക്കാൻ വേണ്ടി സമ്മതിക്കുന്ന ഒരാളെ അല്ല, നമ്മൾ മടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മനസ്സ്. നമ്മളിങ്ങനെ എത്രത്തോളം നമ്മൾ ഫ്രീ ആയിട്ട് ഒന്നുകിൽ ഉറങ്ങുക, അതല്ലെങ്കിൽ TV കാണുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സ് നമ്മളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു കാര്യം റിസ്ക് എടുത്ത് ചെയ്യുകയാണെങ്കിൽ മനസ്സ് അതിന് സമ്മതിക്കില്ല. നമ്മളോട് ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇപ്പം ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് മനസ്സ്. അപ്പോൾ ആ മനസ്സിൻ്റെ ഒരു സ്റ്റെക്ക് ഫീലിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ആ ഒരു സ്റ്റെക്നെസ് നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ആക്ഷൻ മാത്രം എടുത്താൽ മതി. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങളിപ്പോൾ അതിന് വേണ്ടി എഫേർട്ട് ഇട്ടവരാണെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ എഫേർട്ട് ഇട്ടവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏഞ്ചൽസിൻ്റെ ഭാഗത്തു നിന്ന് എന്താ മെസ്സേജ് നോക്കാം നമുക്ക്. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർത്തരുത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അബാൻഡൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അബാൻഡൻസ് വരുന്നു, സമൃദ്ധി വരുന്നു. അതുപോലെ നിങ്ങൾ കരിയർ ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കരിയർ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണിക്കുന്നത്.
ട്രസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു ട്രസ്റ്റ് കൊണ്ടുവരിക. അതായത് നിങ്ങൾ എഫേർട്ട് ഇട്ട കാര്യം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ, ഒരു ആത്മവിശ്വാസം, അത് നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, ഹെൽപ്ഫുൾ പീപ്പിൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ട്. അവരിൽ നിന്നുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്